മിക്ക ആളുകളും ഈ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ആയാലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വയറ് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അത് ഈ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്ന് ഇംപ്രഷൻ കാണിക്കുന്നത്. അപ്പം ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സിവിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ്. വയറ് വീർക്കുക, വയറ് സ്തംഭനം, വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, നെഞ്ചിരിച്ചിൽ പ്രശ്നങ്ങൾ പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണ് ഈ വയറ് വീർക്കുന്നത്, അതായത് ബ്ലോട്ടിംഗ് ടെൻഡൻസീസ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഗ്യാസ്ട്രിക് ട്രബിൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കംപ്ലയിൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഗ്യാസ് ട്രബിൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് പ്ലാൻസുകൾ. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ലിവറിന് ചുറ്റും ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലേക്ക് അത് ഉണ്ടാവാനുള്ളൊരു സാധ്യതകൾ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ ഉണ്ടാകുമ്പോഴാണ് ഈ ഫാറ്റി ലിവർ എന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും വിശപ്പ് നിയന്ത്രിക്കാനും അമിതമായിട്ടുള്ള കൊഴുപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാനൊക്കെ ഇൻസുലിൻ സഹായിക്കുന്നുണ്ട്. ഈ ഫാറ്റി ലിവർ കേസിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻസുലിന് കൃത്യമായിട്ട് ശരീരത്തിലെ ഗ്ലൂക്കോസിനെ തിരിച്ചറിയാതെ വരികയും ശരീരത്തിലെ ഗ്ലൂക്കോസ് ക്രമാതീതമായിട്ട് കൂടുകയും ആ ഗ്ലൂക്കോസിനെ ശരീരം തന്നെ കൊഴുപ്പാക്കി മാറ്റുകയും ഇൻസുലിൻ്റെ പ്രവർത്തനം തകരാറിലാവുകയാണ് സംഭവിക്കുന്നത്. അപ്പം ഇവിടെ ഈ ലിവറിന് ചുറ്റും ഈ കൊഴുപ്പടിഞ്ഞു കൂടുമ്പം ലിവറിൻ്റെ പ്രവർത്തനം തകരാറിലാവും. ലിവറിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ശരീരത്തിലെ മെറ്റബോളിസം, നമ്മുടെ ഊർജ്ജത്തിന്, അതായത് കഴിക്കുന്ന ആഹാരത്തിന് ഊർജ്ജമാക്കാനും കൊഴുപ്പാക്കാനുള്ള ആ പ്രക്രിയയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് സ്ലോ ആവും. അത് സ്ലോ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫങ്ഷനിങ് ലോ ആവും. ദെൻ വെയിറ്റ് ഗെയിനിങ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തേത് ശരീരത്തിലെ വൈറ്റമിൻസിനെല്ലാം അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതാണ്. മൂന്നാമത്തേത് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് ഈ പറഞ്ഞിട്ടുള്ള ലിവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫങ്ഷനിങ് എല്ലാം തകരാറിലായിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ കാണിക്കാവുന്നതാണ്. അപ്പം ഈ ഗ്യാസ് ട്രബിൾ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻ അല്ല, നമ്മൾ ബേസിക് ആയിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അമിതമായിട്ട് ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്, ഈ ആട്ട, മൈദ, ഗോതമ്പ്, റവ ഇതൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് പാൽ ഉൽപ്പന്നങ്ങൾ അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക. ഡയറി പ്രൊഡക്ട്സുകൾ അമിതമായിട്ട് കഴിക്കുക, അതായത് എസ്പെഷ്യലി കൗ മിൽക്ക് എടുക്കുന്നത് അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. കൂടുതലായിട്ടും മധുരപാനീയങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കഴിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും റെഡ്യൂസ് ചെയ്യുക. പിന്നെ ഈ സ്പൈസി ആയിട്ടുള്ള ജങ്ക് ഫുഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും അളവ് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അമിതമായിട്ട് പുകവലിക്കുക, മദ്യപിക്കുന്ന ശീലങ്ങളുണ്ടെങ്കിലും കുറയ്ക്കുക. പകരം നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ പ്രോട്ടീൻസും ഹെൽത്തി ഫൈബേഴ്സും ഹെൽത്തി ഫാറ്റ്സുകളും ഉൾപ്പെടുത്തുക. ഫൈബർ ഡൈജഷന് സഹായിക്കുന്നു, പ്രോട്ടീൻ മസിൽ ബിൽഡപ്പിനും അതേപോലെ തന്നെ ദഹനത്തിനും സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പം റൈസ് ഐറ്റംസിൽ ബ്രൗൺ റൈസ്, മട്ടേരി, കുത്തരി പോലത്തെ ആഹാരങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഹെൽത്തി ഫാറ്റ്സുകൾ നന്നായിട്ട് കഴിക്കുക. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഹെൽത്തി ഫിഷസിൽ, അതേപോലെ തന്നെ എഗ് ഐറ്റംസിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട്. അത് ധാരാളം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വർക്കൗട്ടുകൾ മസ്റ്റാണ്. കാർഡിയോ വർക്കൗട്ടുകളും സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളൊക്കെ ഡെയിലി ബേസിസിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ സാലഡുകൾ നന്നായിട്ട് കഴിക്കുക. വെജ് സാലഡുകളോ ഫ്രൂട്ട് സാലഡുകളോ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വയറിനൊരു കൂളിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സാലഡുകളിൽ കൂടുതൽ കുക്കുംബർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മെറ്റബോളിസം നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ വെയിറ്റ് ലോസിനും ഇത് സഹായിക്കുന്നതാണ്. ഫാറ്റി ലിവർ ഉണ്ടാകുന്ന കേസസുകളിൽ ശരീരത്തിലെ ലക്ഷണങ്ങൾ ഒരുപാട് കാണിക്കും. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണ് പ്രോമിനൻ്റ് ആയിട്ട് ഉണ്ടാവുക, അതായത് ബ്ലോട്ടിംഗ്, വയറ് വീർക്കുക, നെഞ്ചരിച്ചിൽ, കീഴ്വായു, വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, വയറ് സ്തംഭനം, വലത്തെ ഭാഗത്തായിട്ട് ഒരു നേരിയ വേദന ഫീൽ ചെയ്യുക, വയറിൻ്റെ ഭാഗത്തായിട്ട് നേരിയ വേദന ഫീൽ ചെയ്യുക, ദെൻ മോഷൻ പോകുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നുക, അത് പിന്നെയും ഫിഷറും അതിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്കിൻ കംപ്ലയിൻറ്റ്സ് കാണിക്കാം. ചെറിയ ചിലന്തി വല പോലെ ഇങ്ങനെ കാപ്പിലറീസ് കെട്ടുപിടഞ്ഞ് ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് സർക്കുലേഷൻ്റെ ഇംബാലൻസ് കാരണം കാണിക്കാം.
അതേപോലെ തന്നെ സ്കിന്നിലൊക്കെ കളർ ചേഞ്ചസ് ഉണ്ടാവും, സ്കിന്നിൽ ഡ്രൈനെസ്, റാഷസ് പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നതാണ്. വെയിറ്റ് ഗെയിനിങ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കാം. ഹെയർ ഫാൾ ഇഷ്യൂസ് ഉണ്ടാവാം, അലസത, മടി, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് കാണിക്കാവുന്നതാണ്. വെയിറ്റ് പെട്ടെന്ന് കൂടി വരുന്ന ഇഷ്യൂസ് ഉണ്ടാവാം. വയറ് ഒരു ബെല്ലീഡായിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. കൈകാലുകളൊക്കെ മെലിഞ്ഞിട്ട് ഈ വയറിൻ്റെ ഭാഗം മാത്രം വീർത്തിരിക്കുന്നത് കാണാം. ഫാറ്റി ലിവർ ആകുമ്പം അത് പല ഗ്രേഡുകളുണ്ട്. ഗ്രേഡ് 1, 2, 3, 4 ഒക്കെ എത്തുമ്പോഴാണ് അത് സിറോസിസ് സ്റ്റേജിലോട്ടൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഗ്രീൻ ടീ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, അതേപോലെ തന്നെ ജിഞ്ചർ നന്നായിട്ട് ഉൾപ്പെടുത്തുക. ദെൻ ഡയറി പ്രൊഡക്ട്സുകൾ കംപ്ലീറ്റ് ആയിട്ടും റെഡ്യൂസ് ചെയ്തിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും റെഡ്യൂസ് ചെയ്യുക. കൂടുതലായിട്ടും പച്ചക്കറികളും ഇലക്കറികളും ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് സാലഡ് ആക്കി കഴിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിഷ്യൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്തായാലും നമുക്ക് കണ്ടീഷൻസ് എന്താണോ അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഡയറ്റ് പ്ലാനും വർക്കൗട്ടിലൂടെ തന്നെ നമുക്ക് ശരീരത്തിലെ കൊഴുപ്പുകളെ അലിയിച്ച് കളയാൻ സഹായിക്കുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു. അതുപോലെ തന്നെ ഡോക്ടറുടെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.